Meet the editors. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സംഭവിക്കുന്ന ചെറുചലനങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ബി.ജെ.പി. കേരളത്തിലെത്തുമ്പോഴുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെല്ലാം ബി.ജെ.പി. രാഷ്ട്രീയം കേരളത്തിൽ ഗുണപ്രദമാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നതാണ്. വിശ്വാസം, സംസ്കാരം, രാഷ്ട്രീയം, വികസനം, വിമർശനം എല്ലാം ചേർന്ന മോദി പ്രസംഗങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് താമര വിരിയുമോ എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇത്തവണ കേരളത്തിലേക്ക് പുറപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ ഗൃഹപാഠങ്ങൾ നടത്തിയിട്ടുണ്ടാകും? വർഷങ്ങൾ പിന്നിട്ട സ്വർണ്ണക്കടത്ത് കേസ് മുതൽ കഴിഞ്ഞ ദിവസമുണ്ടായ ക്രിസ്മസ് വിരുന്നുവരെ കേരളത്തിലുണ്ടാക്കിയ ചർച്ചകളും വിവാദങ്ങളും. മന്നത്ത് പത്മനാഭനെ സ്മരിച്ചു തുടങ്ങിയ പ്രസംഗത്തിലൂടെ നായർ വോട്ടുകളിലേക്ക് ഒരു കണ്ണ്. ശബരിമലയിൽ സർക്കാരിനെ വിമർശിച്ചതിലൂടെ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ വികാരമായ അയ്യപ്പനിലൂടെ രാഷ്ട്രീയ ചുവടുവയ്പ്. തൃശൂർ പൂരം പ്രതിസന്ധി പരാമർശത്തിലൂടെ സംസ്കാരവും ഉത്സവവും ആഘോഷങ്ങളും നിറഞ്ഞ മലയാളിയുടെ മനസ്സിലൊരിടം. ക്രിസ്മസ് വിരുന്ന് വിവാദം ക്രൈസ്തവനിലേക്ക് ഒരു പാലം. ഇന്ത്യ മുന്നണി പരാമർശം കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് ഇടതൈക്യത്തിന്റെ അർത്ഥമില്ലായ്മ. ഇങ്ങനെ പോകുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തന്റെ രാഷ്ട്രീയ ചേരുവകൾ പലതവണ പയറ്റി വിജയിച്ച നരേന്ദ്രമോദിക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി പയറ്റാനുള്ള മറ്റൊരവസരമാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചാണ് പുതിയ പടയോട്ടം. രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന്റെ കാഹളമാണ് തൃശൂരിൽ വടക്കുംനാഥന്റെ മണ്ണിൽ കണ്ടത്. റിപ്പോർട്ടർ ജെയ്സൺ ചാമോളപ്പിൽ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ. മോദി ഗ്യാരണ്ടി ഫലിക്കുമോ എന്നതാണ് ചോദ്യം. സുജിയ, മോദിയുടെ ഇന്നത്തെ പ്രസംഗം 41 മിനിറ്റ് നീണ്ട പ്രസംഗം, ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ആദ്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികൾ എണ്ണി പറഞ്ഞു, രാഷ്ട്രീയ പ്രസംഗം നടത്തി. അത് ഫലിക്കുമോ കേരളത്തിൽ? മോദിയുടെ പ്രസംഗം ഫലിക്കുമോ എന്നതിനേക്കാൾ മോദി നൽകിയിരിക്കുന്ന ഗ്യാരണ്ടീസ്, ആ ഗ്യാരണ്ടീസ് ഫലിക്കുമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന് സംഭവിച്ച തകർച്ച, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചിട്ടും നേട്ടം കൊയ്യാൻ കഴിയാതെ പോയത് നമ്മൾ കണ്ട കാര്യമാണ്. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എടുത്തു പറയുന്ന 4 ജാതികൾ, അതുതന്നെയാണ് 2024 ക്യാമ്പയിന്റെ ഫോക്കസ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ പ്രസംഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ഈ 4 വിഭാഗത്തിനും ഗ്യാരണ്ടി നൽകുന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ ഗ്യാരണ്ടി തുടരാൻ വേണ്ടി നിങ്ങൾ ഒപ്പം നിൽക്കണം എന്നാണ് ഇന്ന് കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞത്. അതോടൊപ്പം തന്നെ സ്ത്രീശക്തി, ആ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്നതായിരുന്നു ക്യാച്ച് വേർഡ്. അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്ന് അദ്ദേഹം ആദ്യന്തം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം വലിയൊരു റോഡ് ഷോ ആയിരുന്നു. ആ റോഡ് ഷോയിലെ ജനബാഹുല്യം, സ്ത്രീകളുടെ ഒരു ബാഹുല്യം, സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം, ഞാൻ കരുതുന്നില്ല അത് BJP-യുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ പെട്ട BJP-യോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ മാത്രമാണ് എത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വേദിയിലായാലും സദസ്സിലായാലുമുള്ള സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി എന്ന നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തമായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ വികസിക്കുന്ന ഇന്ത്യ, വികസിത ഭാരതം എന്നുള്ളതാണ് ലക്ഷ്യം. 2047 അതിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ആ വികസിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു തൂൺ എന്ന് പറയുന്നത് 4 തൂണുകളുടെ വികസനത്തിലൂടെ അതിലേക്ക് എത്തുന്നു എന്നാണ്. അപ്പോൾ 4 തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു തൂൺ എന്ന് പറയുന്നത് സ്ത്രീകളാണ്, സ്ത്രീകളുടെ ശക്തിയാണ്. അതുകൊണ്ട് എംപവറിംഗ് വിമൻഹുഡ്, അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എടുത്ത് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ സ്ത്രീരത്നങ്ങളെ, മുൻകാലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത സ്ത്രീകളെ, അവരെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം. അതിനിടയിൽ പറയുന്നുണ്ട് കോൺഗ്രസും ഇടത് പാർട്ടികളും സ്ത്രീ ശക്തിയെ അവഗണിച്ചു, വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച സ്ത്രീകൾക്ക് അഭിനന്ദനം നൽകുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വനിതാ സംവരണം നടപ്പാക്കിയതാണ്. വനിതാ സംവരണം നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുന്നതിനാണ് ഈ സമ്മേളനം എന്ന് BJP തന്നെ നേരത്തെ വ്യക്തമാക്കിയതുകൊണ്ട് അത് പ്രതീക്ഷിച്ചതുമാണ്. മോദിയുടെ ഗ്യാരണ്ടി ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് പ്രസംഗത്തിൽ പലതവണ ഓരോ വാചകവും പറഞ്ഞതിന് ശേഷം ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മലയാളത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. അത് മുൻകാലങ്ങളിൽ മറ്റിടങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അങ്ങനെ മോദി പ്രസംഗിച്ചിട്ടുള്ള റാലികളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ട അത് കേരളത്തിലേക്കും എത്തുന്നു, തൃശ്ശൂരിലേക്കും എത്തുന്നു മോദിയുടെ ഗ്യാരണ്ടി. അതിൽ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം 10 കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി, 11 കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു, 12 കോടി ശൗചാലയങ്ങൾ പണിതു, 1 രൂപ വിലയ്ക്ക് സുവിധ സാനിറ്ററി പാഡ് നൽകി, 60 ലക്ഷം സ്ത്രീകൾക്ക് കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് നൽകി, 30 കോടി മുദ്രാ വായ്പകൾ മഹിളാ ഉപഭോക്താക്കൾക്ക് നൽകി, ഗർഭിണിക്ക് പ്രസവാവധി 26 ആഴ്ചയാക്കി വർദ്ധിപ്പിച്ചു, സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ, ലോക്സഭാ നിയമസഭ എന്നിവ
തെരുവുകളിലേക്കുള്ള ഈ സ്ത്രീ സംവരണം ഉറപ്പാക്കിയ നാരി ശക്തി നിയമം, അതോടൊപ്പം തന്നെ സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ലക്ഷാധിപതികളായി മാറാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ, വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നതിനെക്കുറിച്ച്, അങ്ങനെ അമ്മമാരെയും സഹോദരിമാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്കറിയാം സ്ത്രീകളുടെ വോട്ടെന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നത് BJPക്ക് വളരെ നന്നായി അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നത് മൂലം ഉണ്ടായിട്ടുള്ള നേട്ടവും വിജയവും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളെക്കുറിച്ച്, സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആയാലും തെരുവോര കച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണത്. അതേക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ BJP നേതാക്കൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആളുകളിലേക്ക് എത്തുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോയിലൂടെ കഴിഞ്ഞിട്ടുണ്ടാകണം. കാരണം എല്ലാ മാധ്യമങ്ങളിലും തത്സമയം ഈ പ്രസംഗം പോവുകയാണ്, മാധ്യമങ്ങൾ എഴുതി കാണിക്കുകയാണ്. കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാജ്യത്ത് എന്ത് ചെയ്തു, എന്തൊക്കെ പദ്ധതികളുണ്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടി, ആ ഓരോ മറുപടിയും ഓരോ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പറയുമ്പോഴായാലും ഒരു കാര്യം പറയുമ്പോഴും അത് എംഫസൈസ് ചെയ്ത് പറയുമ്പോഴും ആവർത്തിക്കുന്നതിനായിട്ടാണ് ആ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്കെടുത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആവർത്തിച്ചുറപ്പിക്കുകയാണ്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ ഇവിടെ ചെയ്യാൻ കഴിയും, ഇവിടെ LDFും UDFും നിങ്ങൾക്ക് എന്താണ് ചെയ്തത്, BJP വന്നാലേ മാറ്റമുണ്ടാകൂ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് തൃശ്ശൂരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കായിക മേഖലയിൽ നിന്നുള്ള 2-3 പ്രമുഖ താരങ്ങൾ ആ വേദിയിലുണ്ടായിരുന്നു. മിന്നുമണിയുണ്ട്, PT ഉഷയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു വേദി എന്ന് പറയുമ്പോൾ ഇവർ BJPക്കാരാണോ അല്ലെങ്കിൽ BJPയുമായി ചേർന്ന് നിൽക്കുന്നവരാണോ? PT ഉഷ ഇപ്പോൾ MP ആണ്. മിന്നുമണിയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു, ശോഭനയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു, സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി സ്റ്റാറായി മാറിയ മറിയക്കുട്ടിയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു, വൈക്കം വിജയലക്ഷ്മി വേദിയിലുണ്ട്. ഇതിൽ വൈക്കം വിജയലക്ഷ്മിയുമായും മിന്നുമണിയും എനിക്ക് തോന്നുന്നു വൈക്കം വിജയലക്ഷ്മിയുമായും മറിയക്കുട്ടിയുമായി മാത്രമാണ് നരേന്ദ്രമോദി ആ വേദിയിൽ സംസാരിക്കുന്നതായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, അവരുമായി കൂടുതൽ സമയം സംസാരിക്കുന്നതായ വേദിയിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓരോ പദ്ധതികളെക്കുറിച്ച് പറയുന്നു, നഴ്സുമാർ ഇറാഖിൽ കുടുങ്ങിയപ്പോൾ സുരക്ഷിതമായി എത്തിച്ചതിനെക്കുറിച്ച് പറയുന്നു, അങ്ങനെ ആ വേദിയിലുള്ള സ്ത്രീകളെക്കുറിച്ച്, അതിന് മുൻപ് പ്രതിഭ തെളിയിച്ചവരെക്കുറിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ വോട്ടുകൾ കേന്ദ്രീകരിച്ച് BJPയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗമായിട്ടാണ് ഞാൻ ഈ പ്രസംഗത്തെ കാണുന്നത്. മോദി വിരോധം മൂലം കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പറയുന്നു, ശബരിമലയെക്കുറിച്ച് പറയുന്നു, തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് അഴിമതി, സ്വജനപക്ഷപാതം, രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധയൂന്നിപ്പിക്കുന്ന മറ്റൊരു ഭാഗം ആ പ്രസംഗത്തിനുണ്ട്. ജനവഞ്ചനയ്ക്ക് പേര് കേട്ടവരാണ് കേരളത്തിലെ മുന്നണികൾ എന്ന് പറയുന്നു. പിന്നെ ഇന്ത്യ മുന്നണി, കേരളത്തിലെ ഇന്ത്യ മുന്നണിയെയും തോൽപ്പിക്കും, ഇന്ത്യ അലയൻസ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഉറപ്പുകൾ പാലിച്ച് തന്റെ സർക്കാരിനെ കുറിച്ച് പറയുന്നു. ഞാൻ അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി, അതായത് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ്, അതാണ് BJPയുടെ ഒരു മോട്ടോ. ആ ഒരു ലൈൻ കൃത്യമായി ഈ പ്രസംഗത്തിൽ ഉടനീളം മെയിൻറ്റെയിൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ശബരിമലയിലെ സർക്കാരിന്റെ കഴിവുകേടിനെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നതും കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ആളുകളുടെ വിശ്വാസത്തെ ട്രാമ്പിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഇന്ത്യ അലയൻസ് എന്നാണ് പറയുന്നത്. ഇടതിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ചേർത്താണ് കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നത്. മോദിയെ ഒപ്പോസ് ചെയ്യുന്നതിന് അപ്പുറം LDFനും UDFനും എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുകയാണ്, ദ ആൻസർ ഈസ് നോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ പറയുകയാണ്. അപ്പോൾ എല്ലാ സർവ്വതല സ്പർശിയായ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോയി, എന്നാൽ രാഷ്ട്രീയ വിമർശനം അതിൻ്റെ കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, MV നികേഷ് കുമാർ, ഈ മോദി ഗ്യാരണ്ടി മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഒരു 18 ഇടത്തെങ്കിലും സ്വയം അദ്ദേഹം പറയുന്നുണ്ട് മോദി ഗ്യാരണ്ടി എന്ന്. മാത്രമല്ല അമ്മമാരെ, സഹോദരിമാരെ, ഓരോ പ്രസംഗത്തിലെ ഓരോ ഭാഗം തുടങ്ങുമ്പോഴും അമ്മമാരെ, സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. പിന്നെ ഈ നേരത്തെ സുജയ പറഞ്ഞതുപോലെ പദ്ധതികൾ എന്തൊക്കെ നടപ്പാക്കി എന്നുള്ള എണ്ണി പറയുന്നു. ഇത് ഇവിടുത്തെ സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കും, സ്ത്രീ വോട്ടർമാർ അത് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തെ സുവർണാവസരത്തേക്കാൾ ഒരു വലിയ സാഹചര്യം ഇപ്പോൾ BJPക്ക് ഒരുങ്ങി എന്ന രൂപത്തിൽ കാണാനാവുന്നുണ്ട്. നോക്കൂ, 2019 അങ്ങനെ ഒരു സുവർണാവസരം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇവിടെ വരുന്നു, മാതാ അമൃതാനന്ദമായി തന്നെ അയ്യപ്പൻ കി ജയ് എന്നൊക്കെ വിളിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിലൊരു വലിയ ഹിസ്റ്റീരിക്കലായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇപ്പോൾ 2024 എത്തുമ്പോഴേക്കും മോദി ഗ്യാരണ്ടി എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. എന്താണ് കേരളത്തിലെ വനിതകളോട് മോദി പറയുന്നത്? നോക്കൂ, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്താണ് കുടുംബശ്രീ നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് സാക്ഷരത നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് ഡിജിറ്റൽ സാക്ഷരത നടപ്പാക്കിയിട്ടുള്ളത്, ഈ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആവറേജ് അല്ല, യൂറോപ്പിലെ ആവറേജിനേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് എന്ത് മോഡി ഗ്യാരണ്ടിയാണ്? ഉത്തരേന്ത്യയിൽ കുറച്ച് കസ്കൂസ് കൊടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നോ
ഇതാണോ മോദി ഗ്യാരണ്ടി? കേരളം ഭൂപരിഷ്കരണ നിയമം മുതൽ ഇങ്ങോട്ട് സ്വായത്തമാക്കിയിട്ടുള്ള തനതായ ഒരു ഒരു നേട്ടങ്ങളുണ്ടല്ലോ, ആ നേട്ടങ്ങളോടൊന്നും കിടപിടിക്കുന്ന ഒന്നും ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളില്ല. അവിടെ വന്നിട്ട് എന്ത് മോദി ഗ്യാരണ്ടിയെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നത്? നമുക്കിപ്പോൾ ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് അവിടെ പങ്കെടുത്ത പേരുകളൊന്നും വളരെ പ്രധാനപ്പെട്ട പേരുകളൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നടി ശോഭന കേരളീയ പരിപാടിയിലും പങ്കെടുത്തതാണ്. ശോഭനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വരണം എന്ന് സ്ത്രീകളെ ആദരിക്കുന്ന പരിപാടിയിലേക്ക് ശോഭന പോയി. ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഏതാണ്ട് അതേ നിലയിലാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം പി ടി ഉഷയ്ക്ക് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഈ അടുത്ത ദിവസങ്ങൾ, അഞ്ജു ബോബിക്ക് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ കൂടുതലായ ഒന്നും പങ്കെടുത്തവരെ കുറിച്ച് പറയാനില്ല. അതേസമയം തന്നെ മോദി പരാമർശിച്ച ചില പേരുകളുണ്ട്. അക്കമ്മ ചെറിയാൻ, റോസമ്മ പുന്നൂസ്, എ വി കുട്ടിമാളു അമ്മ. ശരിയാണ്, ഈ അക്കമ്മ ചെറിയാനും റോസമ്മ പുന്നൂസും എ വി കുട്ടിമാളും അമ്മൊക്കെയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വനിതകൾ. അക്കമ്മ ചെറിയാൻ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. റോസമ്മ പുന്നൂസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് അവർ ജീവിതാവസാനം കഴിഞ്ഞത്. എ വി കുട്ടിമാളു കോൺഗ്രസ്സുകാരിയാണ്, സ്വന്തം കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ വന്ന് ഈ കേരളത്തിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പേര് പറയേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് എന്ന് പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു RSS ചെയ്തുകൊണ്ടിരുന്നത്, എന്തായിരുന്നു BJPയുടെ പൂർവ്വരൂപമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ജനസംഘ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നില്ലേ? പൊളിറ്റിക്കലായി ഈ പ്രസംഗത്തിൽ എന്താ ഉള്ളത്? BJPക്ക് അവകാശപ്പെടാനുള്ള എന്ത് കാര്യമാണ് നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്? ഒന്നും ഞാൻ കാണുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചാഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ്. പിന്നെ തൃശ്ശൂരിനൊരു പ്രത്യേകതയുണ്ട്. BJP 2 മണ്ഡലങ്ങളെയാണ് A ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്നതെന്നാണ് ഞാൻ കാണുന്നത്, തൃശ്ശൂരും തിരുവനന്തപുരവും. പക്ഷേ തൃശ്ശൂരിലെത്തിയപ്പോഴേക്കും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം ഈ കൈവീശിയുള്ള യാത്രയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം സുരേഷ് ഗോപി ആയിരിക്കാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് ഈ സുനിൽകുമാറൊക്കെ ഇന്നിപ്പോൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ സുനിൽകുമാറാണ് സജീവമായി നിൽക്കുന്നത്. അപ്പോൾ സുനിൽകുമാറൊക്കെ ഇറങ്ങുമ്പോൾ അത് പോരാ, ഒന്നുകൂടി നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഗ്യാരണ്ടി കൂടി അതിനോടൊപ്പം ചേർക്കണമായിരുന്നു. ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്ക് നോക്കൂ, ഉത്തരേന്ത്യയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ഭാഷയിൽ മോദിയും ശിവരാജ് സിംഗ് ചൗഹാനോ മോദിയും വസുന്ധര രാജേ സിന്ധ്യയും തമ്മിലോ ഒന്നും തന്നെയും വലിയ അന്തരമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ആളുകൾക്ക് നല്ല രീതിയിൽ മോദിയുമായും താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. ഇവിടെ സുരേന്ദ്രൻ ഗ്യാരണ്ടിയോ വി മുരളീധരൻ ഗ്യാരണ്ടിയോ സുരേഷ് ഗോപി ഗ്യാരണ്ടിയോ വേണം നമുക്ക്. കാരണം നമ്മളെ നേരിട്ട് നയിക്കാൻ പോകുന്നത് പിണറായി വിജയനും VD സതീശനും K സുധാകരനും ഒക്കെയാണ്. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ അവരുമായിട്ടൊക്കെ തന്നെയും കൂടുതൽ അടുത്തിടപഴകുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോദിക്ക് അങ്ങനെ ഒരു പകരം വെക്കാൻ ഒരു വി മുരളീധരനോ ഒരു K സുരേന്ദ്രനോ ഒരു സുരേഷ് ഗോപിയോ ഇല്ല എന്ന് വേണം ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒന്ന് നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം പ്രധാനമായും. പിന്നെ ഈ തൃശ്ശൂർ പൂരവും ശബരിമലയും നോക്കൂ, തൃശ്ശൂർ പൂരം അവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ സ്മൃതി, അതായത് എന്തുകൊണ്ടാണ് സജി ചെറിയാൻ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ബാക്കടിച്ചത് എന്നുള്ളത്. ആ വിഷയം BJPക്ക് ഒരു വർഗീയ ആയുധമാക്കി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ഈ 2 പ്രശ്നങ്ങളിലാണോ മാറ്റം വരുത്തേണ്ടത്, മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിന്മാറിയിട്ടുള്ളത് ഈ ജിഹാദിയാണ് CPMനെ നയിക്കുന്നത് എന്നുള്ള പ്രചരണം BJP നടത്തിയ ഘട്ടത്തിലാണ്. അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും തറവാടക വിഷയം വന്നു. 2,20,00,000 ഉയർത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഉടനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുന്നു, പഴയതുപോലെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയെ കാണാനും ഈ പ്രശ്നം പ്രധാനമന്ത്രിയുടെ മുന്നിൽ കൊണ്ട് പകൽ പൂരം നടത്താനും ഒക്കെ ചില ചിട്ടവട്ടങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ അത് പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ വളരെ കൃത്യമായ നല്ല അവധാനത ഏതായാലും സംസ്ഥാനത്തെ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അതാണ് ഈ തറവാടയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ശബരിമലയിൽ എന്താ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്? അവിടെ 1 ഇഞ്ച് ഭൂമി കൂടുതലായി എടുത്തൊരു വികസന പ്രവർത്തനം നടത്താൻ കഴിയില്ല. നമുക്ക് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലം നീട്ടാൻ പറ്റുമോ? ഇല്ല. അവിടെ ഏതെങ്കിലും ഒരു കഷണം ഭൂമി എടുത്ത് കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ നടത്തേണ്ടത് ആരാണ്?
നടത്തേണ്ടത് കേന്ദ്ര വനം വകുപ്പും കേന്ദ്ര സർക്കാരുമാണ്. അവിടെ ഒരു റെയിൽ ട്രാക്ക് കൊണ്ടുവരുന്നതിൻ്റെ പദ്ധതിയുണ്ട്, അവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവരുന്ന പദ്ധതി, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിലാണുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ശബരിമല വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ നോക്കുക. ഇതാ ഈ തൃശ്ശൂർ പരിഹരിച്ച പ്രശ്നം, എല്ലാവർക്കും തൃപ്തികരമായ വിഷയത്തിൽ പരിഹരിച്ച വിഷയം അത് വീണ്ടും ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് എഴുതിയ പ്രസംഗമാണെന്ന് തോന്നുന്നു ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ വന്ന് വായിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു തരത്തിലും രാഷ്ട്രീയമായി നമ്മൾ മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതായോ ഒന്നുമില്ല എന്നാണ്. പക്ഷേ ഇടത് സർക്കാർ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് മറുപടിയുണ്ട്. അതുപോലെ തന്നെ സ്നേഹസംഗമം, ഈ 2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള നമ്മുടെ വിഷയത്തിൽ എവിടെയാ മറുപടി പറഞ്ഞിട്ടുള്ളത്? കണക്ക് കൊടുക്കുന്നില്ല എന്നാണ്. ഏത് കണക്ക് കൊടുക്കുന്നില്ല? പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തരുന്ന പണം എവിടെ ചെലവഴിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നില്ല. എവിടെ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത പണം ചെലവഴിക്കുന്നില്ല എന്ന് പറയാൻ ഒരു ഹെഡ് പറയൂ, ഒരു ഹെഡ് പറയട്ടെ. പ്രധാനമന്ത്രി ഇപ്പോൾ നമുക്ക് നവകേരള സദസ്സ് നടന്നുകൊണ്ട് നമുക്ക് 2 കാര്യങ്ങളും വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ ഇങ്ങോട്ടേക്ക് അയച്ച പണം ഈ പദ്ധതിയിൽ സർക്കാർ വഴിമാറ്റി ചെലവഴിച്ചു, ഇത് പാവങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു ഹെഡ് പറയാൻ കഴിയുമെങ്കിൽ അതിന് മറുപടി പറയാൻ ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടല്ലോ, ഞാൻ വേണ്ടല്ലോ. സംസ്ഥാന സർക്കാർ ആ നിലയിലൊരു കാര്യം പറഞ്ഞില്ല. പിന്നെ പുക അടിച്ച് കയറ്റിയിട്ടുണ്ട്, ഒരു സംശയമില്ല. തുടക്കത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ മോദിയുടെ പരിപാടി, ഈ തൃശ്ശൂർ പരിപാടി എന്ന് പറയുന്നത് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അവർ തുടങ്ങുന്നു എന്ന രൂപത്തിൽ വിലയിരുത്തുന്നവരുണ്ട്. അതല്ല, ആദ്യമേ വന്നങ്ങ് പോകുന്നതാണ് ബുദ്ധി, കേരളത്തിൽ എന്തായാലും വേര് പിടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നേരത്തെ വന്നങ്ങ് മോദി പോവുകയാണ് എന്ന വ്യാഖ്യാനവും ഉണ്ട്. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞതിനകത്താണ് അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം തന്നെയായിട്ടാണ് ഞാനിത്, അതിൻ്റെ പ്രചാരണ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ നികേഷ് എന്താണ് കേരളത്തിൽ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു കാര്യമാണ് വിലയിരുത്തുന്നത്. ഒന്നാമത് നോക്കൂ, ഇന്ത്യയിൽ ഈ BJP അതിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പുലർത്തുന്ന സൂക്ഷ്മത അത് അസൂയാവഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 2 തരത്തിലാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുക. ഒന്ന് മൈക്രോ ഇഷ്യൂസ് ഉണ്ട്, ഒന്ന് മാക്രോ ഇഷ്യൂസ് ഉണ്ട്. വളരെ സൂക്ഷ്മമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ സൂക്ഷ്മമായ വിഷയങ്ങളെ വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിൽ വളരെ എന്താ പറയുക അസാമാന്യമായ പാഠവും BJP പുലർത്തുന്നത് 2014-ലും 2019-ലും നമുക്ക് കാണാൻ കഴിയും. 2024 എന്താണ് BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ നടന്ന സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഇന്ത്യയുടെ ഒരു വോട്ടിംഗ് ചരിത്രം എടുത്തു നോക്കിയാൽ ഈ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ നടന്ന 4-5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ 1-2 കണക്കുകൾ പറയാം. മധ്യപ്രദേശിൽ 78.21% പുരുഷന്മാർ വോട്ട് ചെയ്തത്, 78.21. സ്ത്രീകൾ 76.03, 2% വ്യത്യാസമേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 76.4 പുരുഷന്മാർ വോട്ട് ചെയ്തത്, 76.2 സ്ത്രീകൾ വോട്ട് ചെയ്തത്. എത്ര അടുത്താണ് എന്ന് നോക്കൂ. മിസോറാമിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ വോട്ട് ചെയ്തത്, പുരുഷന്മാർ 80% വോട്ട് ചെയ്തത്, 80.66%. അതേസമയം സ്ത്രീകൾ 81.25%. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായകമായ ഫോഴ്സായി സ്ത്രീകൾ മാറിയിട്ടുണ്ട്. ഇത് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് BJP. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഈ സ്ത്രീ ശാക്തീകരണ പരിപാടി ഇവിടെ കണ്ടത്. 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തുന്നു എന്ന് പറയുന്നത്. അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നേ ഉള്ളൂ. കേരളത്തിൽ 2024 ഇതുകൊണ്ടൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അവർ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് ഈ സ്ത്രീ വോട്ടർമാരെയാണ്. ഇത് വളരെ സൂക്ഷ്മമായി BJP നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ടോയ്ലറ്റ് കൊടുത്തു എന്ന് പറയും. ടോയ്ലറ്റ് കൊടുത്തു ഒരു വലിയ പ്രശ്നമാണോ എന്ന് പറയും. കേരളത്തിൽ അത് പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ശൗചാലയം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. എന്ന് മാത്രമല്ല 4:30 മണി 5 മണിക്ക് വെളുപ്പാങ്കാലത്ത് മുമ്പാണ് ഈ സ്ത്രീകൾ ടോയ്ലറ്റുകളിലേക്ക് പോവുക. നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സമയവും അതാണ്. ഈ ടോയ്ലറ്റ് വരുന്നു എന്ന് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞ മൈക്രോ ഇഷ്യൂ എന്ന് പറയുന്നത്. ടോയ്ലറ്റ് കിട്ടുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇപ്പം ചാണക വരളിയിട്ടിട്ടാണ് ഈ സ്ത്രീകൾ അവിടെയൊക്കെ ഈ അടുപ്പ് കൂട്ടുക. അവിടേക്കാണ് ഈ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ വരുന്നത്. നോക്കൂ, നമ്മൾ ഭരണഘടന, മതേതരത്വം, പൗരത്വം, ജനാധിപത്യം, OBC റിസർവേഷൻ എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പറഞ്ഞ ഇപ്പം നേരത്തെ സുജയെ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഈ ഉജ്ജ്വല പദ്ധതി, അതേപോലെ 1250 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. ഇത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് വിജയിക്കുന്നത്? കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഏത് വിഭാഗത്തിനായിരുന്നു? സ്ത്രീകളെ മുൻനിർത്തിയാണ് അല്ലേ? ഫ്രീ ട്രാൻസ്പോർട്ട്, Yes. അതേപോലെ തന്നെ Yes, correct. വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെ. ഇപ്പോൾ 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ല, പക്ഷേ അത് ഉത്തരേന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ കണക്കുകൾ, ഈ പറയുന്ന കണക്കുകൾ തെറ്റാണ് എന്നൊരു അല്ല, അതവിടെ വിമർശനം നിൽക്കട്ടെ. ഞാൻ കൂടിയുണ്ട്. പറയുന്നത് അല്ല, ഈ പറയുന്ന കോടികളുടെ പദ്ധതികൾ- കണക്കാണല്ലോ അല്ല, പറയുന്നത്. ഈ പറയുന്നത് ഞാൻ ഉജ്ജ്വല പറയുന്നത് പദ്ധതി. അല്ല, അതിലേക്ക് വരാം സ്മൃതി. ഇപ്പം ഞാൻ പറയുന്നത് എത്ര ടോയ്ലറ്റ് കൊടുത്തു അല്ലെങ്കിൽ എത്ര സാനിറ്ററി പാഡ് കൊടുത്തു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ ആ വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ ഡയറക്റ്റായിട്ട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള വിഷയങ്ങളിലേക്ക് BJP വളരെ വേഗത്തിലെത്തുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ, ഇനി BJP ഹിന്ദുത്വം പറയേണ്ട ഇന്ത്യയിൽ. അവരത് ഗംഭീരമായി ബൈ ഡിഫോൾട്ടാണ് ആ സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ പൗരത്വ നിയമം നടപ്പാക്കാൻ പോകുന്നു, അയോധ്യ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു, കാശ്മീരിൻ്റെ പദവി എടുത്ത് കളഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടി അവർ ചെങ്കോല് സ്ഥാപിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അതിനിപ്പുറത്ത് ഈ പറയുന്ന ഏറ്റവും ഫോർമിഡബിൾ വോട്ടിംഗ് ഫോഴ്സായി മാറിയിട്ടുള്ള സ്ത്രീകളെ ഒരു കണക്കൂടി പറയാം. നോക്കൂ, ഇപ്പം 1970 55% സ്ത്രീകൾ കേരളത്തിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. 55%. 70-ലാണ് കേട്ടോ. 2019 അത് 75%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ നോക്കിയോ. 2014 70% 2019 ആകുമ്പോൾ 75.1%. അതായത് 5.1% വർധന. സ്ത്രീകൾ എൻ ബ്ലോക്കായിട്ടാണ്. ഛത്തീസ്ഗഡിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യൂ കണ്ടത് സ്ത്രീകളുടെ നിരയാണ്. അപ്പോൾ സ്ത്രീകളൊരു വലിയ ഫോഴ്സായിട്ട് വരുന്നത് മാത്രവുമല്ല, ഇന്ത്യയിൽ പഠനങ്ങൾ പറയുന്നൊരു കാര്യം, മുമ്പൊക്കെ പുരുഷന്മാർ പറയും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കെന്ന് പറയും, ഭാര്യയോടെ അല്ലെങ്കിൽ മകളോട് പറയും. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ കേൾക്കില്ല. അപ്പോൾ അവരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? ഈ 2024 ഇപ്പം നമ്മൾ ഈ OBC റിസർവേഷനെ കുറിച്ചും സെൻസസിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ ഒറ്റ അടിയാണല്ലോ നരേന്ദ്രമോദി. വിമൻ റിസർവേഷൻ, സ്ത്രീകൾക്ക് സംവരണം, അതാണല്ലോ ഇന്ന് വന്നിട്ട് ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറയുന്നത് ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. ഇത് ഞാൻ ഈ പറയുന്ന ഒരു ഇഫക്റ്റും ഈ BJPയുടെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രചാരണം കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു ഈ വിഷയത്തിലുമില്ല. അതൊന്നും സംഭവിക്കില്ല. ഇപ്പം നികേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ കുടുംബശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അവരുടെ വോട്ടിംഗ് ശതമാനം എപ്പോഴും കൂടുതലായിരുന്നു. ഈ പറഞ്ഞ കണക്ക് എല്ലാ മേഖലകളിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള, അത് പഞ്ചായത്ത് തലം മുതൽ ഇങ്ങോട്ടേക്ക് മുന്നിൽ നിന്നിട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാനിതിനെ ഒരു ദേശീയ പ്രചാരണ സ്വഭാവത്തിലേക്ക് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പുലർത്തുന്ന BJP പുലർത്തുന്ന ഒരു സൂക്ഷ്മത ഈ കാര്യത്തിൽ വലിയ രീതിയിൽ വളരെ വളരെ ശ്രദ്ധേയമാണ്. പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നൊക്കെ. തൃശ്ശൂരായതുകൊണ്ടാണ് നികേഷെ അക്കമ്മ ചെറിയാനും റോസമ്മ പുന്നൂസും വരുന്നത്. അത് വളരെ സൂക്ഷ്മതയാണ്. അത് വളരെ അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് AV കുട്ടിമാളി അമ്മയെ പറയുന്നു, പിന്നെ അക്കാമ ചെറിയാമ്മനെ പറയുന്നു. റോസമ്മ പുന്നൂസ് കേരളത്തിൽ PT പുന്നൂസിൻ്റെ ഭാര്യയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്, പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഇടുക്കിയിൽ ആദ്യത്തെ ദേവികുളത്ത് മത്സരിച്ചിട്ടുള്ള ഒരു ചരിത്രവും ഉണ്ടെങ്കിൽ പോലും അവിടെ എടുത്തു പറയേണ്ട അത്ര വലിയൊരു പേരാണോ റോസമ്മ പുന്നൂസിൻ്റെ? പക്ഷേ റോസമ്മ പുന്നൂസ് അവിടെ വേണം, അക്കാമ ചെറിയാൻ അവിടെ വേണം. അത് കൃത്യമായ ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ അത് വരാം. ഞാൻ പറഞ്ഞത് BJPയുടെ ഈ അടുത്ത ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായും സ്ത്രീ സമൂഹത്തിൻ്റെ വോട്ടാണ്. അവരെ ഇപ്പുറത്തോട്ട് പൊളിയുക എന്നുള്ളതാണ്. അതിന് വലിയ പദ്ധതികൾ കൊണ്ടുവരും. ഇപ്പം ഈ ലാഡ്ലി ലക്ഷ്മി യോജന എന്ന് പറയുന്നത്, ഈ 160 സീറ്റില്ലേ ഭോപ്പാലിൽ നേടുന്നത്, 160 സീറ്റ് മധ്യപ്രദേശിൽ നേടുന്നു എന്ന് പറയുന്നത് കൃത്യമായി സ്ത്രീ വോട്ടാണ്. ആ വോട്ടിൽ എല്ലായിടത്തും അതെ. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക്, പക്ഷേ KCR അവിടെ വിജയിച്ചിട്ടില്ല. KCRന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അവിടെ, ഈ പറയുന്ന സ്ത്രീകൾക്ക് പിന്നെ വിവാഹത്തിന് പൈസ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ പറയുക, അത് വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ട സർക്കാർ. അതായത് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയെ കിട്ടുള്ളൂ, ബാക്കി 6 ലക്ഷം രൂപ ഇടനിലക്കാർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ കൃത്യമായി പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP നടപ്പാക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഈ ഗ്യാരണ്ടി ഫലിക്കുമെന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. കേരളത്തിൽ അങ്ങനെ ചർച്ചയില്ല സ്മൃതി. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്. ഇവിടെ 2024 ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ഈ തൃശ്ശൂരിൽ വന്നിട്ട് ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം വിജയിക്കട്ടെ. ഇപ്പോൾ അവർ നേരത്തെ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണല്ലോ കേരളത്തിൽ അവർ കാണുന്നത്, തിരുവനന്തപുരവും അതുപോലെ തന്നെ
തൃശ്ശൂരും. ഈ 2 മണ്ഡലങ്ങളിലെ അല്ല വിജയസാധ്യത രണ്ടെണ്ണം സാറ് കാണുന്നത് അവര് കാണുന്നത് 5 6 സീറ്റുകൾ അവർ കാണുന്നുണ്ട്. എന്നാലും നമുക്കിപ്പോൾ നമ്മളുടെ ഒരു വിവരം ഈ രണ്ടവർ ആവർത്തിച്ച് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ്. 2014 2019 തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ 2 മണ്ഡലങ്ങളിലും ആയതുകൊണ്ട് ആറ്റിങ്ങലിലും നല്ല വോട്ട് ശതമാനം ഉയർന്നു. വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ ആറ്റിങ്ങലിൽ വോട്ട് ശതമാനം ഉയർത്തിയിട്ടുള്ളത് ശോഭാ ശോഭാ സുരേന്ദ്രനാണ്. ആറ്റിങ്ങൽ വോട്ട് ശോഭാ ശതമാനം സുരേന്ദ്രൻ ഇന്നിപ്പോ BJP-യുടെ ഔദ്യോഗിക നേതൃത്വത്തിലുണ്ടോ എനിക്കറിയില്ല. അയ്യോ, ശോഭാ സുരേന്ദ്രൻ മറ്റേ കൊച്ചിയിലെ മോദിയുടെ പരിപാടിയിൽ കാണികളിൽ ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് അല്ല, ഇന്ന് വേദിയിലുണ്ടായിരുന്നു. വേദിയിടം കിട്ടി. വേദിയിലും തന്നെ ഇന്ന് വേദിയിടം സുരേഷ് ഗോപിയെ കിട്ടിയെന്നാണ് ഞാൻ ലോഞ്ച് പറഞ്ഞത്. ചെയ്യുന്ന പരിപാടിയിൽ ശോഭാ സുരേന്ദ്രൻ സദസ്സിലായിരുന്നു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ മോളിൽ വേദിയിലുണ്ട്. കയറിയിട്ടുണ്ട്. അതെ. ഈ തൃശ്ശൂരിലെ ഈ പറയുന്ന പിന്നെ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ ഈ അക്കാമ ചെറിയാൻ്റെയും റോസമ്മ പുനൂസിൻ്റെ ഒക്കെ പേര് പറയുക. അതുപോലെ ഇറാഖിൽ, അതാണ് ഞാൻ വിട്ടുപോയത്, ഇറാഖിലെ നഴ്സുമാരെ കൊണ്ടുവന്നത് അത് ഞങ്ങളാണ് എന്ന് പറയുക. ഇതൊക്കെ ഒരു തരത്തിലുള്ള വൂവിംഗ് ആണ്. ഇത് ഉണ്ണി, നമ്മൾ ഇറാഖിൽ നിന്ന് ഒരു നിശ്ചിത പ്രദേശത്തുണ്ടായിരുന്ന കുറേ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ വേറെയും സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ. കുവൈറ്റ് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഇവാക്വേഷൻ അതിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ ഇത്രയും ചരിത്രപരമായ രീതിയിലുള്ള ഒരു സംഭവം വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കില്ല. അന്ന് നമ്മുടെ KP ഉണ്ണികൃഷ്ണനും അന്ന് യൂണിയൻ ഐക്യമുന്നണി സർക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നത് ഒന്നുമല്ല സാധാരണ കാര്യം. അല്ല, പക്ഷെ ആ സൂക്ഷ്മ ബുദ്ധിയാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ നിങ്ങൾ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് എടുത്ത് വായിക്കാം. വായനയാണ് നടന്നിട്ടുള്ളത്. ചെയ്ത കാര്യങ്ങളാണ്. സ്മൃതി, ശരി, ഈ ഗ്യാരണ്ടി ഫലിക്കുമെന്ന് വെച്ചാൽ കേരളത്തിൽ എന്തായാലും ഫലിക്കാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുവർണാവസരം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സാധിക്കാത്തത് ഇപ്പോഴെന്തായാലും സാധിക്കുന്നില്ല. അപ്പോഴും വീണ്ടും ശബരിമല എടുത്തു പറയുന്നു, തൃശ്ശൂർ പൂരം എടുത്തു പറയുന്നു. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും ഇപ്പോൾ പല മേഖലകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ പല മേഖലകളിൽ നിന്നുള്ള വനിതകളെ അവിടെ കൊണ്ടുവരുന്നു, ആദരിക്കുന്നു. അതിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, MS സുനിൽ, ഉമാപ്രേമൻ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ബീന കണ്ണനുണ്ട്, ശോഭനയുണ്ട്. ശോഭനയൊക്കെ പറഞ്ഞവരെ എല്ലാ സർക്കാർ, ഏത് സംസ്ഥാന സർക്കാർ വിളിക്കുന്ന പരിപാടികളിലാണെങ്കിലും പോകുന്നതാണ്. ഇങ്ങനെ വനിതകളെ ആദരിക്കുന്ന ഒരു പരിപാടി എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടി, 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ് ഒരു പരിപാടി നടത്തുന്നു, അവരെ ആദരിക്കുന്നു. ഇതൊക്കെ ശരി തന്നെ. അവിടെ മറ്റൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ, ഇവിടുത്തെ പ്രതിപക്ഷത്തെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന വനിതകളെ സംബന്ധിച്ച് അതെങ്ങനെയായിരിക്കും എന്നുള്ള സംശയമുണ്ട്. കാരണം അവരൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് സാക്ഷ്യം വഹിക്കാനല്ല വന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് വന്നാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനായിരിക്കും ഒരു പക്ഷേ അത്രയും സ്ത്രീകളും വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ എന്നുള്ള കൗതുകം അവിടെ നിൽക്കുന്നു. അവിടെ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ അത് എത്രത്തോളം ഫലിക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെയും മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതാണ് ഈ ഉജ്ജ്വല പദ്ധതി, 10 കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ, 11 കോടി കുടുംബങ്ങൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം, 12 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ, 2 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡ്, 60 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട്. ഇതൊക്കെ മോദി പറയുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളൊക്കെ സംബന്ധിച്ച് വേറെയും സംശയങ്ങളുണ്ട്. കണക്കുകൾ കൃത്യമായ കണക്ക് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലെ ഗുണഭോക്താക്കൾ ശരി, 30 കോടിയിലധികം പേർക്ക് മുദ്ര വായ്പ നൽകി, ഗർഭിണികൾക്ക് 26 ആഴ്ച പ്രസവാവധി, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ കണക്കുകൾ സംബന്ധിച്ച സംശയങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ കണക്കുകൾ തെറ്റാണെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ശരി, അപ്പോൾ BJP ഗവൺമെന്റ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംവരണം നിയമമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ അതിന് ഏത് കാലത്ത് നടപ്പാകുമെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. ഏത് സമയത്താണത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. അതേസമയം BJP സ്ത്രീകളെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഞാൻ അവരെ അംഗീകരിക്കുന്നുണ്ട്. കാരണം എത്രത്തോളം വനിതാ മന്ത്രിമാരുണ്ട്, എത്രത്തോളം പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് നൽകുന്നു. ആ രൂപത്തിൽ BJP കുറച്ചുകൂടി സ്ത്രീകളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ തരത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ, മറ്റ് രാഷ്ട്രീയമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ കേരളത്തിൽ ഫലിക്കാൻ പോകുന്നില്ല. അവിടെ വന്നിരിക്കുന്ന ആൾക്കൂട്ടം അത് മുഴുവൻ വോട്ടാണ് എന്ന് കരുതാനും കഴിയുകയില്ല. ഇത് നേരത്തെ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത നിസാം സെയ്ദ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ആദ്യമേ വന്നു പോവുക എന്നൊരു രൂപത്തിൽ വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളം എന്തായാലും കിട്ടാൻ പോകുന്നില്ല, ആദ്യം വന്നു പോകുന്നു എന്ന രൂപത്തിലാണ് തൃശ്ശൂർ വന്നതെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രസംഗത്തിലെ കാര്യങ്ങളിൽ കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ, അതിലേക്ക് കൂടി പോകണം എന്ന് തോന്നുന്നു. അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്തിന്റെ കാര്യം ചോദിക്കുന്നു. അല്ല, നേരത്തെ ഉണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കൂ. ഉണ്ണി സമ്മതിക്കുന്നുണ്ട്, അതായത് കേരളത്തിൽ ഇത് വില പോകുന്നില്ല, പക്ഷേ ദേശീയ തലത്തിൽ ഇത് പലയിടങ്ങളിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. നമുക്ക് ഒരുപക്ഷെ മധ്യപ്രദേശിൻ്റെ കാര്യത്തിനകത്ത് അത്തരം വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഉണ്ണി നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സമൂഹം എങ്ങനെ അതിനെ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നാണ് ഈ സാക്ഷി മാലിക്കിൻ്റെയും വിനയ് ഫോഗട്ടിൻ്റെയും ഒക്കെ ഒരുപക്ഷെ ലോക തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സമരം നടത്തുന്നുണ്ടല്ലോ അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെല്ലാം തന്നെയും അവിടെ പോയി വിജയപഥത്തിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് അവർ വെറും കൈയോടുകൂടി തിരിച്ചു വരുന്നു. ഇന്ന് അവർക്കെതിരെ ഗുണ്ടകളെ ഇറക്കിയ ബ്രിജ്ഭൂഷൺ സിംഗ് ഗുണ്ടകളെ ഇറക്കിയ ദിവസമാണ്. നോക്കൂ, നമുക്കൊക്കെ പറ്റുമോ ഉണ്ണി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ ഈ സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും ഒക്കെ നടത്തുന്ന സമരങ്ങൾ? ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം എന്താണ് എന്ന് നമ്മൾ കാണേണ്ടത് ആ സ്ത്രീ അവിടെ കൊണ്ടുപോയി ആ പറയുന്ന മെഡലുകൾ വെച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരത്തെയാണ്. അങ്ങനെ ഒരു എന്താ പറയുക BJPയുടെ MP ആ ആള് 5 ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആ രാഷ്ട്രീയ നേതാവാണെന്ന് കരുതി അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് റേപ്പാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ആൾ നടത്തിയിട്ടുള്ളത്. അയാളുടെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള സഞ്ജയ് സിംഗ് ഇന്നിപ്പോൾ കുറേ പിള്ളേരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ സാക്ഷി മാലിക് പറയുന്നത് എന്താണ്? എനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണ്ടേ? അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന സർക്കാരാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ. അങ്ങനെയുള്ള സർക്കാരുള്ള കാലഘട്ടത്തിൽ ഈ പൊള്ളയായിട്ടുള്ള ആത്മാർത്ഥതയില്ലാത്ത പദ്ധതികൾ, ഈ കക്കൂസ് കൊടുക്കുന്നു അല്ലെങ്കിൽ പാചകവാതകം കൊടുക്കുന്നു. നിങ്ങൾക്ക് കക്കൂസ് എന്തിനാ? ഈ പറയുന്ന കക്കൂസ് ഇല്ലാത്ത വീട് പുതുക്കി പണിയാൻ എന്തുകൊണ്ട് ഒരു കൃത്യമായ പദ്ധതി? 60,000 രൂപയാണ് ഒരു വീട് പണിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഈ 60,000 രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിയുമോ? ഒരു കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? അപ്പോൾ ആ നിലയിൽ ഒരു സമഗ്രമായി കാര്യങ്ങൾ കാണാതെ ഈ തട്ടിപ്പ് പേരിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചില ഈ പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ മണിപ്പൂർ കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കൂ, 2 സ്ത്രീകൾ ഓടുകയാണ് ഒരു മോബിൻ്റെ മുന്നിൽ കൂടെ നഗ്നരായിട്ട്. അവരെ ആ വയലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള വംശീയ കലാപം, വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് എന്താ അവിടെ നരേന്ദ്രമോദി പോയിട്ടില്ല. അവിടെ ഇടപെടൽ നടത്തുന്നില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് ക്രൈസ്തവ അതാ ഞാൻ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വടക്കിഴക്കൻ നമ്മൾ ഈ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് ഞങ്ങളാണ്. പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളത് കേരളത്തിലെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പദ്ധതികളിലൂടെ കേരളത്തിലെ സ്ത്രീ സമൂഹം എങ്ങനെയാണ് വളർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് ഈ പറയുന്ന വാചകങ്ങളൊന്നും ഗുണം ചെയ്യില്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ തന്നെ പൊള്ളയായ ആത്മാർത്ഥതയില്ലാത്ത കുടിലതന്ത്രങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികൾ മാത്രമേ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതായി ഞാൻ കാണുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം സുജിയ പാർവതി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ? എനിക്ക് ഇന്നും സംശയമുള്ള കാര്യമാണ്. ശരിയാ, ചില പദ്ധതികളുടെ കോടികൾ ചെലവഴിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന കക്കൂസ് പദ്ധതിയും പാചകവാത പദ്ധതി. ഗംഗാ ശുദ്ധീകരണം, ഉണ്ണി ഓർമ്മയില്ലേ? ഗംഗാ ശുദ്ധീകരണം, ഗംഗാ ശുദ്ധീകരണത്തിന് ഒരുപക്ഷെ നമ്മൾ മറ്റൊരു പദ്ധതിക്കും ചെലവഴിക്കാത്ത പണം ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് മുഴുവൻ ഗംഗയിൽ കൊണ്ട് ഒഴുക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും തന്നെയും റിസൾട്ട് ഇല്ല. കൃത്യമായ രീതിയിൽ ഒരു പദ്ധതി വിജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ അതിന്റെ ഒരു ഔട്ട്കം ഉണ്ടാവണല്ലോ. ആ ഔട്ട്കം ഇല്ല. ഉണ്ട് സാർ, ഉണ്ടെന്ന് ഗംഗ ഇത് ശുചിയായാണ് ഒഴുകുന്നത്. ഗംഗ കടന്നു പോകുന്ന കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തില് ഗംഗയിൽ ഒഴുകിയ എന്താണെന്നറിയാമോ? മനുഷ്യ ശരീരങ്ങള്, പാതി വെന്ത മനുഷ്യ ശരീരങ്ങളാണ് ഗംഗയിൽ ഒഴുകിയത്. നമാമി ഗംഗെ പദ്ധതി അവിടെ നടപ്പായിട്ടുണ്ട്. അത് കൃത്യമായി ഗംഗയുടെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അങ്ങേക്കും കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഗംഗയുടെ തീരത്തൊക്കെ ഇഷ്ടം പോലെ സഞ്ചരിക്കുകയും ഈ കാലഘട്ടത്തിൽ പോകേണ്ട കാര്യമില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗംഗാ ശുദ്ധീകരണത്തിന് വെള്ളത്തിൽ മുക്കിയിരിക്കുകയാണ്. ഇല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക? ഇപ്പൊ ഈ ഗംഗാ ശുചീകരണ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കോടികളുടെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഗംഗയെ പൂർണ്ണമായും ശുദ്ധീകരിക്കാമെന്നൊന്നും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ല, നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടില്ല. പറയട്ടെ, ഗംഗാ ശുചീകരണ പദ്ധതി എന്ന് പറയുമ്പോൾ ഗംഗാ ശുചീകരണ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. ആ ആശയത്തിന്റെ പ്രചാരണമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഗംഗയെ ശുദ്ധീകരിച്ച് കളയാമെന്നല്ല. അതാ നോക്കൂ, ഞങ്ങൾ ഗംഗയെ ശുദ്ധീകരിക്കുന്നത്. എന്താണ് ഗംഗ? ശിവന്റെ തിരുജടയിൽ നിന്ന് ഒഴുകുന്നതാണ് ഗംഗ. അതിനെ ഞങ്ങൾ ശുദ്ധീകരിക്കാൻ ഇതാണ് നേരത്തെ ഈ നികേഷ് പറഞ്ഞ വാക്കതാണ് ഈ പെർസെപ്ഷൻ സൃഷ്ടിക്കുക.
എന്ന് പറയുന്നത് അതങ്ങനെയാണ്. Sir, പിന്നെ perception അല്ല കൊണ്ട് പറയട്ടെ, action പറഞ്ഞോട്ടെ, ഉണ്ട്. ഓക്കെ, അല്ല ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പം നേരത്തെ പിന്നെ നികേഷ് പറഞ്ഞൊരു കാര്യത്തിന് ഞാനൊന്ന് അതിനൊരു മറുപടി പറയാം. അതായത് ഈ ശരിയാണ്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ ബോധ്യപ്പെടുമ്പോഴും ഇപ്പോൾ ഈ പറയുന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ 2 അനുഭവങ്ങൾ പറയാം. ഒന്ന്, 2015 വലിയ ആൻറ്റി ഇൻകംബൻറ്റ് ഗവൺമെൻറ്റാണ് നിതീഷ് കുമാറിൻ്റെ. 2015 തോറ്റു പോകും നിതീഷ് കുമാർ, ഉറപ്പിച്ചു, തോൽവി ഉറപ്പിച്ചു. 2015 ഒറ്റ മുദ്രാവാക്യമാണ് നിതീഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവന്നത് ബീഹാറിലേക്ക്. അതെന്താണെന്നറിയാമല്ലോ? മദ്യനിരോധനം. മദ്യനിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സാധനത്തിനകത്ത് നിതീഷ് കുമാർ വീണ്ടും അല്ല, അങ്ങനെയാണ് ഈ സമയത്ത് കേരളത്തിൽ നമുക്ക് അനുഭവമുണ്ട്. അതെ, തിരിച്ചു പോയിട്ടുണ്ട്. 96 തിരിച്ചു പോയിട്ടുണ്ട്. നമ്മള് ചാരായം ആന്റണി വന്നിട്ട് അവസാനത്തെ അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളവുമായിട്ട് നമുക്ക് ഇതിനകത്തൊരു താരതമ്യമില്ല. അപ്പം വളരെ പെട്ടെന്ന് സ്ത്രീകൾ അവരുടെ ഒരു കർഷകൻ അന്ന് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 500 രൂപയോ 200 രൂപയോ 300 രൂപയോ കിട്ടിയാൽ അതിൽ നല്ലൊരു ശതമാനവും പിന്നെ ഈ പറയുന്ന വാറ്റ് കള്ളവാറ്റ് മദ്യപിക്കാനായിട്ട് പോകുന്ന ആളുകളിൽ നിന്ന് ആ തുക വീട്ടിലേക്ക് എത്തുന്നുണ്ട്, ഒരു പരിധിയോളം എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു വിഭാഗം അനുകൂലമായി വോട്ട് ചെയ്യുകയും നിതീഷ് പിന്നെയും ശക്തമായി തുടരുകയാണ് ചെയ്തത്. ഇത് ഈ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന വോട്ടർ വിഭാഗം വൻതോതിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതോടുകൂടി ആ വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനൊരു ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു വാർത്താ സമ്മേളനം അറ്റൻഡ് ചെയ്യുകയാണ് പാറ്റ്നയിൽ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നിരന്നിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ ലേഖകർ. ലാലു പ്രസാദ് യാദവിൻ്റെ വാർത്താ സമ്മേളനമാണ്. അപ്പോൾ പുറകിൽ കുറേ ഹിന്ദി പത്രക്കാരിരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ വന്നങ്ങ് ഇരുന്നതിന് ശേഷം ആദ്യം ഇങ്ങനെ മൊത്തം ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞെന്താ അറിയോ, ആ പുറകിലിരിക്കുന്ന ഹിന്ദി പത്രക്കാരൊക്കെ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഹിന്ദുസ്ഥാൻ, ഈ ദൈനിക് ജാഗരൺ എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇരുന്നു എഴുതിക്കോ, പക്ഷേ ഇവരെഴുതണം, ഇവരെഴുതിയാലേ എൻ്റെ വോട്ടർമാരറിയും. ഇതാണ് ഈ ഉത്തരേന്ത്യയിലെ ഏറ്റവും ഗ്രാമീണരായ മനുഷ്യർക്കിടയിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിൻ്റെ ഇപ്പോൾ 2014 അർബൻ വോട്ടേഴ്സ് വലിയ രീതിയിൽ BJP സപ്പോർട്ട് ചെയ്തു. അർബൻ വോട്ട്സ് വലിയ രീതിയിൽ കിട്ടി. ഇപ്പം മോഡിയാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രചാരണം കൊണ്ടുവരുന്നു. മോഡിയാണ് വികസനത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയ്ക്കൊരു പ്രചാരണം കൊണ്ടുവരുന്നു. 2019 പുൽവാമയൊക്കെ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. 2024 അവർ ഈ സെമി അർബൻ വോട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾറെഡി ദെയർ, അവിടെ ഉണ്ട്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇപ്പുറത്ത് അവരിനി വൻതോതിൽ ഈ ഗ്രാമീണ ജനവിഭാഗങ്ങളെ എസ്പെഷ്യലി ത്രൂ വിമൻ അവരെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്ന പ്രോജക്റ്റാണ്. അത് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പ്രതിപക്ഷം ഇന്ത്യയിൽ ഉയർത്തുന്ന ഈ പറയുന്ന വളരെ മാക്രോ ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് ഉയർത്തേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്ഥൂലമായ വിഷയങ്ങൾ, ആ സ്ഥൂലമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് പറയുക, നമ്മൾ പിന്നെ മതേതരത്വത്തെക്കുറിച്ച് പറയുക, നമ്മൾ കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ റിസർവേഷനെ കുറിച്ച് പറയുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വളരെ സൂക്ഷ്മമായ മാനേജ്മെൻറ്റ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ മൈക്രോ മാനേജ്മെൻറ്റ് ഇലക്ഷനിൽ ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് BJP ആണ്. മൈക്രോ മാനേജ്മെൻ്റ് ആണ്. അത് വെച്ചാൽ ഒരു നികേഷേ, കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താ? 20,000 കോടി രൂപയുടെ പ്രഖ്യാപനം, വിശ്വകർമ്മ യോജന. അതിന്നും പറഞ്ഞു. അതെ, ഇങ്ങനെ ഇത് നടപ്പാക്കുന്നില്ലയോ എന്ന് നടപ്പാക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അതെ, നടപ്പാക്കുമായിരിക്കും. നോക്കൂ, ഇതിനകത്ത് ഉണ്ണി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയെയും NDA മുന്നണിയെയും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്ട്രാറ്റജി ഇതുവരെ രൂപീകരിക്കാൻ കഴിഞ്ഞതായി എൻ്റെ മുന്നിലില്ല. എന്ന് മാത്രമല്ല അതിനകത്ത് ദേശീയ തലത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി പക്ഷേങ്കിൽ അവരുടെ ആക്ഷനുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് എൻ്റെ മുന്നിൽ കൃത്യമായ തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗംഗയിൽ ഒഴുക്കിയ പണത്തിനൊന്നും ഒരു കയ്യും കണക്കും. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ പാതി വെന്ത മനുഷ്യ ശരീരങ്ങൾ ഒഴുകുന്നത് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. രാജ്യം നാണിച്ച് തലകുനിച്ച ഒരു സംഭവമാണത്. ആ നിലയിൽ തന്നെയാണ് ഗംഗ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതാണ്ടൊരു 3 വർഷം മുമ്പ് തന്നെ ഗംഗയിൽ പോവുകയും ആ പ്രദേശം
പ്രദേശം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ട്? അത് എളുപ്പമല്ല കേട്ടോ, നമ്മളങ്ങനെ പെട്ടെന്ന് ഒരു കുളം വൃത്തിയാക്കുന്ന പോലെ വൃത്തിയാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആ നിലയിൽ തന്നെയാണ് ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ കക്കൂസിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന പാചകവാതകത്തിൻ്റെ കാര്യത്തിനായാലും അത് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒരു ഭരണം എങ്ങനെയാണോ നടക്കേണ്ടത് അതിനകത്ത് സ്വാഭാവികമായ രീതിയിൽ ചിലർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്തു എന്ന് തന്നെ, അല്ലെങ്കിൽ അത് നല്ല കാര്യമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒരു എ.ബി. വാജ്പേയി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിലൊരു ആണവ സ്ഫോടനത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള ആ നിലയിൽ ബ്ലാങ്ക് ആണെന്നേ. ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിൽ 2004 മുതൽ 2009 വരെയുള്ള UPA സർക്കാരിൻ്റെ NREGA എന്തൊക്കെ NREGA ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, വിവരാവകാശമുണ്ട്, ഫുഡ് സെക്യൂരിറ്റി. നമ്മളെ പ്രൊഫസർ കെ.വി. തോമസ് അല്ലേ ബില്ല് പൈലറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചലനം എന്താ? പിന്നെ ഒന്നുമില്ലാത്ത കോൺഗ്രസിന് 2009 ഉത്തർപ്രദേശിൽ കിട്ടിയ സീറ്റിന്റെ എണ്ണത്രയാണെന്നറിയോ? 21. ശരി കേരളത്തിലെ BJPയുടെ ശക്തി ഉണ്ടായിരുന്നില്ല അന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്. പറഞ്ഞോളൂ. ശരി, നമുക്ക് തുടരാം. മോദി ഗ്യാരണ്ടി ഭരിക്കുമെന്നുള്ള ചർച്ച തുടരുകയാണ്. സുജയ, ഗംഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതെ, നമാമി ഗംഗ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് 3 വർഷം മുൻപ് ആ ഭാഗത്ത് നടത്തിയ ഒരു യാത്ര വെച്ചുകൊണ്ടാണ് സാറ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചില മാധ്യമങ്ങളിലൊക്കെ ബംഗാളിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന, അല്ലെങ്കിൽ ബംഗാൾ സൈഡിൽ നിന്നുള്ള ചില വാർത്തകൾ അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് വന്ന കൃത്യമായിട്ടുള്ള സ്റ്റോക്ക്ഹോം വാട്ടർ വീക്ക്, ആ സ്റ്റോക്ക്ഹോം വാട്ടർ വീക്കിൽ അതിൻ്റെ തീം എന്ന് പറയുന്നത് തന്നെ പിയർ നെറ്റ്വർക്കിംഗ് ഫോർ ഇൻ്റഗ്രേറ്റഡ് റിവർ ബേസിൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. അതിലെ മോഡലായി, ലോകം തന്നെ അംഗീകരിച്ച മോഡലായി എടുത്തത് ഈ നമാമി ഗംഗ പ്രോജക്റ്റിനെയാണ്. അതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയണം. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമ്മൾ വസ്തുതകളെ തന്നെ പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ നമാമി ഗംഗ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 5 ഭാഗങ്ങളായിട്ടാണ് നടപ്പാക്കിയത്. ഒന്ന്, അൺപൊല്യൂട്ടഡ് റിവർ, അത് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ, കൃത്യമായി ജലം ഒഴുകുന്നതിനുള്ള സംവിധാനങ്ങൾ. പലയിടങ്ങളിലും തടഞ്ഞു നിന്നിരുന്ന അഴുക്ക് ചാലുകളായി മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗംഗയ്ക്ക്. പിന്നെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉറപ്പാക്കി. ജൻ ഗംഗ എന്ന പദ്ധതിയിലൂടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ ക്ലീനിങ് പ്രോസസ്സിൽ കുട്ടികളടക്കമുള്ളവർ പങ്കാളികളായതൊക്കെ അക്കാലത്ത് വാർത്തയായതാണ്. പിന്നെ ഗ്യാൻ ഗംഗ, നോളജ് ആൻഡ് റിസർച്ച് ബേസ്ഡ് ഇന്റർവെൻഷൻസ് ആൻഡ് അർത്ത് ഗംഗ, ഈ എക്കണോമിക് ഗ്രോത്ത്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ഇങ്ങനെ 5 ഘട്ടങ്ങളായി ഈ പദ്ധതി വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ്സ് ഫോർമോസ്റ്റ് റിവർ റീജുവിനേഷൻ പ്രോഗ്രാം, അങ്ങനെയാണ് ഈ നമാമി ഗംഗയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UN-ന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ 2022 നടന്ന മോൺട്രിയലിലാണ് കോൺഫറൻസ് നടന്നത്. അതിൽ ലോകത്തെ തന്നെ വേൾഡ് റിസ്റ്റോറേഷൻ ഫ്ലാഗ്ഷിപ്സ്, അതാണ് ആ ടൈറ്റിൽ. ആ ടൈറ്റിലിൽ ആദ്യ ലിസ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന പ്രോജക്റ്റാണ് നമാമി ഗംഗ. അത് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രോജക്റ്റ് വളരെ നന്നായി ഇംപ്ലിമെന്റ് ചെയ്തതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഗംഗാ ശുചീകരണം എവിടെ നടന്നു, കോടികൾ കൊണ്ടുപോയി വെള്ളത്തിലൊഴുക്കി, മൃതദേഹങ്ങൾ ഒഴുകി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം നടപ്പാക്കിയ, അത് ലോക ശ്രദ്ധയിലേക്ക് പോയ ഒരു പ്രോജക്റ്റിനെ നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ നമാമി ഗംഗ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നദിയുടെ ജലത്തിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിപ്പോൾ പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഗംഗയുടെ ജലത്തിൻ്റെ നേരത്തെ എത്രത്തോളം പൊല്യൂട്ടഡ് ആയിരുന്നു എന്നുള്ളത് ഉണ്ണിസാറിനൊക്കെ അറിയാമല്ലോ, തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്. ഇപ്പോൾ സമീപകാലത്ത് വരുന്ന മാധ്യമങ്ങളിൽ, അത് സർക്കാരിനെ പുകഴ്ത്തുന്ന മാധ്യമങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ എല്ലാ മാധ്യമങ്ങളും എന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലല്ലോ, എവിടെയെങ്കിലും ഈ റിവർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാതെ പോയി, അല്ലെങ്കിൽ പഴയപടി തന്നെ കിടക്കുന്നു എന്നൊരു റിപ്പോർട്ടെങ്കിലും അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എനിക്ക് പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് UN അംഗീകരിച്ച, ഈ മോൺട്രിയൽ ഫോറം അംഗീകരിച്ച ആ പദ്ധതി രേഖയിൽ തന്നെ നമാമി ഗംഗ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ പക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പിന്നെ ഒരു കാര്യങ്ങളും നടപ്പാക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതിപ്പോൾ ഇന്റഗ്രേറ്റഡ് റിവർ ബേസിൻ, റിവർ ഇൻഫ്ലോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള കൃത്യമായ വിവരമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഈ കുടുംബശ്രീ, ഡിജിറ്റൽ സാക്ഷരത, ശിശുമരണ നിരക്ക്, കേരളം പിന്നിലാണെന്ന് ആര് പറഞ്ഞു? കേരളം മുന്നിലാണ്. പക്ഷേ അതോടൊപ്പം നമ്മുടെ രാജ്യവും മുന്നിലാണെന്ന് ഇടയ്ക്കൊന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഒരു അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറുന്നില്ല എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. കേരളം പല മേഖലകളിലും മുന്നിലാണ്, രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. പക്ഷേ അതോടൊപ്പം രാജ്യം കൈവരിക്കുന്ന കുതിപ്പിനൊപ്പം കേരളം സഞ്ചരിക്കില്ല, കേരളം മാറി നിൽക്കുമെന്ന് ചിന്തിക്കുന്ന ഇടത്താണ് കുഴപ്പം. അതിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി എന്നോ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി എന്നോ പറയുന്നതിനേക്കാൾ ആളുകൾക്ക് മുന്നിലുള്ള കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത വിജയിക്കുന്ന ഫോർമുലകളുടെ ഒരു മോഡലാണ് നരേന്ദ്രമോദി.
കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളിലൂടെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ രാജ്യത്തിന് വിശ്വാസമുള്ള ഒരു ഫോർമുലയാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ മുന്നിൽ നിർത്തുന്നത്. അതേ തന്ത്രം തന്നെ ഇവിടെയും പയറ്റാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ട്. അത് തന്നെയാണ് അവർ സുജയ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗംഗയുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് വരികയാണെങ്കിൽ അല്ല, 7 വർഷം വാട്സാപ്പ് പിന്നിട്ടിട്ടും യൂണിവേഴ്സിറ്റിയില് ഗംഗ അല്ല ക്ലീൻ ആയിട്ട് അല്ല, വാട്സാപ്പ് 7 വർഷം അല്ല ഒന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ് അല്ല, അങ്ങനെ പറയില്ല. അല്ല, അത് വ്യക്തിപരമായ അധിക്ഷേപമാണ്. ഇന്ത്യയിൽ വന്ന വാർത്ത വായിക്കട്ടെ. നിൽക്കൂ, വ്യക്തിപരമായ അധിക്ഷേപമാണ്. ഈ നമാമി ഗംഗയെ കുറിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ബിസിനസ് ന്യൂസ് ആപ്പുകളിൽ ഒന്നാണല്ലോ മിന്റ്. സാർ അത് അംഗീകരിക്കുമല്ലോ. അല്ലാതെ കാരവൻ പറയുന്നത് മാത്രം പറയുന്നതല്ലോ. ഇത് ഹിന്ദിയിൽ വന്ന വാർത്ത ഒന്ന് വായിക്കട്ടെ. ആ പറയുന്ന ഒരു മിനിറ്റ് പ്രയോഗമൊക്കെ അത് വളരെ വളരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ്. ഞാൻ സുജയ, ആരെ 7 വർഷം പ്രത്യേകിച്ച് പിന്നിട്ടിട്ടും സുജയെ ഗംഗയെ അധിക്ഷേ- ശുദ്ധീകരിക്കാനുള്ള സുജയെ ദൗത്യം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല. 7 വർഷം പിന്നിട്ടിട്ടും ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ഗംഗയിലേക്ക് ഒഴുകുന്ന മലിനജലത്തിന്റെ 20% മാത്രം സംസ്കരിക്കാൻ STPകൾ സ്ഥാപിച്ചു. 20% മാത്രം. 2024ഓടെ ഇത് 33%ആയും 2026ഓടെ 60% വർദ്ധിപ്പിക്കാൻ NMCG പ്രതീക്ഷയേ ഉള്ളൂ. 7000 MLD ശേഷി മാത്രമേ ഉണ്ടാക്കൂ എന്ന് കേന്ദ്രം പറയുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമാണ്. അപ്പോൾ ഇത് ഈ പദ്ധതി നടപ്പാക്കുന്നേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ സുജയ പറഞ്ഞ ഫുൾ ക്ലീൻ ആയി കഴിഞ്ഞല്ലേ? ഞാൻ പറഞ്ഞത് ആയിട്ടില്ല. 30 വർഷമായി നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ പോയിട്ട് ഒന്നും ഒരു കുമ്പിളിൽ ഒന്നും എടുത്ത് കുടിച്ചാൽ മതി, പ്രശ്നം തീർന്നു. എനിക്ക് പ്രൂഫ് പഴയ സ്ഥിതിയിലാണ് ഇത് സ്ഥാപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് സ്വയം അപഹസിക്കുന്ന റിപ്പോർട്ടുകൾ മൃതദേഹങ്ങൾ ഒഴുകി നടന്നു എന്നുള്ളത് നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ്. കണ്ട ദൃശ്യങ്ങളാണ്. മാത്രമല്ല ആ നിലയിൽ തന്നെയാണ് ഗംഗ ഇപ്പോൾ അതിന്റെ പരിസരവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാലിന്യം, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ബാക്കി ഒഴുക്കിക്കളയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതായത് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലേ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത് വാരാണസിയിലേക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. 10,000-കണക്കിന് കോടി രൂപയുടെ ചെലവ് അവിടെ ചെയ്തതല്ലേ. ഒറ്റ കാര്യം ചെയ്താൽ നരേന്ദ്രമോദി ഒന്ന് വെള്ളം എടുത്തിട്ടൊന്ന് കുടിച്ച് കാണിച്ചാൽ മതി. അത് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതായിരിക്കണം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. നിങ്ങൾ പണം ചെലവാക്കിയത് ഇത്രയും കാലം 9.5 കൊല്ലമായി പണം ചെലവാക്കിയതാണ്. ആ പണം ചെലവാക്കിയതിന് ഇതാണ് റിസൾട്ട് എന്ന് പറയാൻ കഴിയണമെന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഈ കേരളവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നത് അതെ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായ വിഷയമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് ഉയർത്താൻ കഴിയുന്ന വിഷയമാണ്. നോക്കൂ, പക്ഷേ അവിടെ എന്താ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്? കേന്ദ്ര ഏജൻസികൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഏജൻസികളും അന്വേഷിച്ച് അക്കാര്യത്തിൽ ഒരു തീർപ്പും എത്തിക്കാതെ ഇങ്ങനെ അലഞ്ഞു പോവുകയാണ് ആ കേസ് എന്നുള്ളത് ഒന്ന്. 2, ആരാ ഏറ്റവും വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഒന്ന് പറഞ്ഞാൽ ആരാന്ന്? നമ്മുടെയൊക്കെ ബോധ്യം കസ്റ്റംസ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് പിടിക്കേണ്ട ഏജൻസിയാണ് കസ്റ്റംസ്. ആ കസ്റ്റംസിൻ്റെ ഒത്താശയില്ലാതെ ഇവിടെ ഒന്നും ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ കഴിയില്ല. ഈ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിൻ്റെ ഈ പറയുന്ന വിമാനത്താവളങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. മറ്റ് തുറമുഖങ്ങളിലോ, വലിയ തുറമുഖങ്ങളുണ്ടല്ലോ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അവിടെ എന്താ നടക്കുന്നത്? ഈ പറയുന്ന 10 പവനും 100 പവനും ഒക്കെയാണോ നടക്കുന്നത്? വലിയ രീതിയിലുള്ള കണ്ടെയ്നർ വഴിയാണ്. ഇതൊക്കെ പരിശോധിക്കാൻ ഈ രാജ്യത്ത് നിയമ സംവിധാനമുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ നികുതിയിൽ ചോർച്ച ഉണ്ടാകുന്നത് സംബന്ധിച്ച പരിശോധനയെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അപ്പോൾ കേരളത്തിൽ വന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് യുക്തി, എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ എന്ന് പറയാനുള്ള ബാധ്യത കൂടി ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശിവശങ്കർ ജയിലിൽ കിടന്നതടക്കമുള്ള വസ്തുതകൾ നോക്കുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ ഓഫീസുമായുള്ള ബന്ധം ശിവശങ്കർ അതിനകത്ത് പ്രതിയാണ്. ശിവശങ്കറിന് അതിനകത്ത് പങ്കാളിത്തം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ. ശിവശങ്കറിനെ നോക്കൂ, ഈ നമ്മളിപ്പോൾ 4 പേരിരിക്കുന്നുണ്ട്. 4 പേരിരിക്കുന്നതിൽ ഞാൻ നാളെ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായാൽ എന്നെ പുറത്താക്കാനല്ലേ നിങ്ങൾക്ക് കഴിയുള്ളൂ? അല്ലാതെ എന്റെ കൂടി ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഈ ഓഫീസിലാണെന്ന് മറ്റൊരാൾക്ക് പറയാം. അത് പറയാം, പറഞ്ഞോട്ടെ. അതിനകത്ത് ഈ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലീനായി. ശരി, രണ്ടാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആരോപണവുമായിട്ട് വരേണ്ടിയിരുന്നു. അങ്ങനെ ഒരു പുതിയ ആരോപണം നമ്മൾ കണ്ടില്ല. ഉണ്ണിബാലകൃഷ്ണൻ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് പറയുന്നു. പിന്നെ കേന്ദ്ര ഫണ്ട് പാവങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നടക്കുന്നില്ല, അത് പരിശോധിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് കേരളത്തിനെതിരെ പറയുന്നത്. ഞാൻ ഈ കേരളത്തിൽ നിന്ന് തൃശ്ശൂർ ഇന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം
കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ഞാൻ അല്ല വിചാരിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷെ കാരണം കേരളത്തിൽ വെച്ചാല് പറയാൻ പറ്റിയൊരു കാര്യമില്ല അല്ല, എന്നുള്ളതല്ലോ. എന്തിനു പറയണം? നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തി എന്തിനാണെന്നറിയാം, എൻ്റെ അക്കൗണ്ടിൽ കോൺഗ്രസ് ഇവിടെ വിജയിക്കേണ്ടതെന്നാണ്. സർക്കാരിനെതിരായിട്ടോ ഇപ്പൊ രണ്ടു കൂട്ടരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണല്ലോ പറയുന്നത് ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ ശബരിമല വിഷയം കാര്യമായിട്ട് എടുത്ത് ഉയർത്തിയോ? ഇല്ലല്ലോ. തൃശ്ശൂരിലെ പറഞ്ഞങ്ങ് പോയി എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം പർട്ടിക്കുലറായി കേരളത്തിൽ ഈ സർക്കാരിനെതിരായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടോ വലിയ രീതിയിലൊന്നും അവതരിപ്പിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് നടത്തിയ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ആ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ അക്കമിട്ടു പറഞ്ഞു. അങ്ങനെ സ്ത്രീകളെ അംഗീകരിക്കുന്ന ഏക പാർട്ടി രാജ്യത്ത് BJP ആണെന്നും അടയിരുന്ന, അതായത് റിസർവേഷൻ ബില്ലിൻ്റെ മുകളിൽ അടയിരുന്ന, വർഷങ്ങളോളം അടയിരുന്ന കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി റിസർവേഷൻ തന്നിരിക്കുന്നു എന്നുള്ളത് അടക്കമാണ് പ്രസംഗിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ മോദി ഗ്യാരണ്ടി എന്തായിരുന്നു? ഈ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് മുഴുവൻ ഈ യുവാക്കൾക്ക് വേണ്ടി എന്തു പറഞ്ഞു? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ദരിദ്രരുടെ 4 ജാതിയാണല്ലോ സുഹൃത്തെ പറഞ്ഞത്. പക്ഷേ ഇത് സ്ത്രീകളുടെ സമ്മേളനമായിരുന്നു, സ്ത്രീ ശക്തിയായിരുന്നു. അല്ല, ബാക്കി എന്തൊക്കെ പറഞ്ഞു? ബാക്കി എന്തൊക്കെ പറഞ്ഞു? ബാക്കി എന്തൊക്കെ പറഞ്ഞു? ബാക്കി രാഷ്ട്രീയം പറയുമ്പോൾ അതും കൂടെ പറയണം. ബാക്കി രാഷ്ട്രീയം പറയും. സ്വർണ്ണക്കടത്ത് എന്താ പറയുന്നത്? സ്വർണ്ണക്കടത്ത് സ്ത്രീ വിഷയമാണോ? അല്ലെങ്കിൽ അദ്ദേഹം സ്ത്രീ വോട്ടർമാർ ഇതൊന്നും അറിയേണ്ട എന്നാണോ? സ്ത്രീ വോട്ടർമാർ ഇന്ന കാര്യങ്ങളെ മനസ്സിലാക്കാവൂ, അതിൽ മാത്രമേ പ്രതികരിക്കാവൂ. സ്ത്രീകൾക്കായി സെലക്റ്റീവായി കുറച്ച് വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാർട്ടികളുടെ രീതി അല്ലെന്നേ മോദിക്കും മോദിയുടെ പാർട്ടിക്കും. ഈ സ്വർണ്ണക്കടത്തൊക്കെ പറയുകയും തെരഞ്ഞെടുപ്പ് കഴിയും അതിൽ ഫലം വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണല്ലോ ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്തില്ലേ? അപ്പൊ അത്രയും പിന്നാക്കാണോ അവിടുത്തെ സ്ത്രീകൾ? സാധാരണഗതിയിൽ ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ ബേസിക്കലി ഈസ് എ പൊളിറ്റീഷ്യൻ അല്ലേ? ഇലക്ഷൻ്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രധാനമന്ത്രി പോലുമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയേണ്ട ഒരു വേദി അദ്ദേഹത്തിന് അത് പ്രധാനമന്ത്രി നിലയ്ക്ക് ഉപയോഗിക്കാമെങ്കിൽ കൂടിയും രാഷ്ട്രീയം പറയണം. കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞോ? രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ള രാഷ്ട്രീയം പറഞ്ഞു. അല്ല, മറ്റു പാർട്ടികളെയും അംഗീകരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അത് പറയും. മറ്റുള്ളവർ അതേക്കുറിച്ച് പറയില്ല, പുച്ഛിക്കുക മാത്രമേ ഉള്ളൂ. അംഗീകരിക്കാൻ വഴിയില്ല, വേറെ പേരുകളില്ല. വേറെ ഒരു പേര് പറ. അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കാത്തവരാണോ മറ്റു പേരുകൾ കിട്ടിയാൽ പറയുക? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനമന്ത്രി അംഗീകരിക്കാത്തവരാണോ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലെ മറ്റ് നേതാക്കളെ അംഗീകരിക്കുക? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSSകാരന്റെ പേര് പറ. പങ്കെടുത്ത് മരിച്ച ഒരു RSSകാരന്റെ പേര് പറ. സമ്മതിച്ചു, ഇടതുപക്ഷം മാത്രമാണ്. അല്ല, അത് ആയിക്കോട്ടെ, ഇടതുപക്ഷം പങ്കെടുത്തിട്ടുണ്ട്, അത് ചരിത്രത്തിലുള്ളതാണ്. അത് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സാർ, ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം വഹിച്ച ആളുകളെ പാർട്ടി ഭേദമില്ലാതെ ഒരു പ്രധാനമന്ത്രി പ്രശംസിച്ചെങ്കിൽ അതിനാണ് ഞാൻ മാർക്ക് പാർട്ടി ഭേദമില്ല, പാർട്ടികളിലെ നേതാക്കളെ. അല്ലാതെ എന്റെ പാർട്ടി മാത്രം ശരി എന്ന് സ്ഥാപിക്കുന്ന ആളല്ലെന്നേ. എന്റെ ചോദ്യം, നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിലെ കേരളത്തിലെ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നു. കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവഹാനി വന്നിട്ടുള്ള അല്ലെങ്കിൽ പങ്കെടുത്ത ഒരു റോള് വഹിച്ച ഒരാളുടെ പേര് പറ. ഒറ്റയാളുടെ പേര്. ഞാൻ ചോദിക്കട്ടെ, സിംഗിൾ സ്വാതന്ത്ര്യ സമരത്തിൽ BJPയുടെ പങ്ക്, RSSന്റെ പങ്ക് എന്ന വിഷയത്തിലല്ലോ BJP ഉണ്ടായത്. ജനസംഘമായാലും അതിനു മുൻപ് RSS ആയാലും അതേക്കുറിച്ചല്ലല്ലോ പ്രധാനമന്ത്രി ഇന്ന് പറയാൻ വന്നത്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ പേരുകളിൽ ഉണ്ണി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്? ശരിയാണ്, സ്വാതന്ത്ര്യ സമരത്തില് കോൺഗ്രസിന് പങ്കാളിത്തമുണ്ട്, പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോയിട്ടുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി. സർ, ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളെ മാത്രമായിരിക്കും അഭിനന്ദിക്കാനായി കഴിയുക. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. മറ്റു പാർട്ടികളിൽപ്പെട്ടവരായാലും പങ്കാളിത്തവും സംഭാവനയുമാണ് പ്രധാനം, പാർട്ടിയുടെയും കൊടിയുടെയും നിറമോ അല്ലെങ്കിൽ ഗുണമോ അല്ല. ശരി, മോദി ഗ്യാരണ്ടി ഫലിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഫലിക്കുമെന്ന് സുജയ കരുതുന്നു. ബാക്കി 3 പേർക്കും ഫലിക്കില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഗുഡ് നൈറ്റ്. Meet the editors.